സോളാറിലേക്ക് ഇന്ന് ജീവിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും. ഇനി ഭാവിയിൽ ഒട്ടും പറ്റില്ല. ഈ സോളാർ വെക്കുന്നത് വരെ 15 രൂപ 18 രൂപ 17 രൂപ റേഞ്ചിൽ കറണ്ട് ആവശ്യം വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തെ കൊള്ളയടിക്കുന്നു. ഇവിടെ ഉള്ള നിലയങ്ങൾ മുഴുവൻ സമരം ചെയ്ത് നശിപ്പിച്ച സാധനങ്ങളാണ്. ഉപ്പും മണലും വാരിയിട്ട് ജനറേറ്റർ മുഴുവൻ ഇപ്പോഴും ഏതെങ്കിലും നിലയത്തിൽ ഫുള്ളായിട്ട് ജനറേറ്റർ വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച മീറ്ററിന് വരെ നമ്മൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഏപ്രിൽ 1-ാം തീയതി വരെയുള്ള ബില്ല് വരുമ്പോഴാണ് യഥാർത്ഥ തീക്കൊള്ള അറിയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിംബ്രോയുടെ പുതിയൊരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആക്സിഡൻ്റിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു സോളാർ പ്ലാന്റിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഫെയിംബ്രോയുടെ പപ്പയാണിത്, പപ്പയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഫെയിംബ്രോ പപ്പ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഫോക്കസ് ആളാണ്. ഒരു 2-3 കൊല്ലമായിട്ട് നമ്മുടെ സോളാർ പ്ലാന്റ് ഒരു 5 കിലോ വാട്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം കുറേ കാര്യങ്ങൾ അപ്പം പപ്പയോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഒരു വീഡിയോ ആക്കിക്കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. കാര്യം ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. കാര്യം ഒരു സോളാർ പ്ലാന്റ് വെക്കുമ്പോൾ, ഒരു സോളാർ പ്ലാന്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടൈമിൽ ഇത് ലാഭകരമാണോ, കറണ്ട് ബില്ല് കുറയുമോ എന്നുള്ള കാര്യങ്ങളടുത്ത് ഒത്തിരി വറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം ഒരു വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഇപ്പോൾ തീ പൊള്ളുന്ന കറണ്ട് റേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് KSCയുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ സോളാർ പ്ലാന്റ് ഇല്ലാതെ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു സോളാർ പ്ലാന്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു സോളാർ പ്ലാന്റിനെ കുറിച്ച് അല്ലെങ്കിൽ സോളാർ വെച്ച ഒരാളുടെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസർ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സോളാർ പ്ലാന്റിൻ്റെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയുണ്ട് കൊളംബിയർ ലാബിൻ്റെ അല്ലേ, കൊളംബിയർ ലാബിൻ്റെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ, ഹാവൽസിൻ്റെ പാട്ടല്ലേ. അപ്പോൾ എത്ര നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഇത് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സോളാർ പ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് ഒത്തിരി ആലോചിക്കേണ്ട കാര്യം പപ്പയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഈ സോളാർ വെക്കുന്നത് വരെ 15 രൂപ 18 രൂപ 17 രൂപ റേഞ്ചിൽ കറണ്ട് ആവശ്യം വന്നിരുന്നു. 18,000 രൂപ. അതാണ് ഈ 510 തന്നെ വെക്കാൻ കാരണം ഉണ്ടായത്. 5 കിലോ വാട്ടിൻ്റെ. ഓക്കെ. അപ്പോൾ 510 വെച്ചു ആദ്യത്തെ ഒരു വർഷം ടാലിയായി പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ആ മിനിമം കാശ് 100 ചില്ലായിരം രൂപ 200 ചില്ലായിരം രൂപ ആയിട്ട് അടച്ചിട്ടുള്ളൂ. അത് ടാലിയായി പോയി. രണ്ടാമത്തെ വർഷം വന്നപ്പോൾ ഇതൊക്കെ മാറി. 1000 2000 3000 4000 വരെ കയറി വന്നു. ഉപയോഗം കൂടിയെന്ന് അവർ പറയണത്. അങ്ങനെ ഞാൻ വന്നൊരു ദിവസം ബോഡി പോയി സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കറണ്ടിന്, സോളാറിൽ നിന്ന് എടുക്കുന്ന കറണ്ടിന് വെറും 2000 രൂപ അന്ന് തന്നത്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് 5 രൂപ. കാരണം നിങ്ങൾ 3 ഫേസ് അടക്കണേ 5 രൂപ. അപ്പം അത് തന്നെ അനീതിയാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് നമ്മുടെ ഇത് മേടിക്കാൻ നമുക്ക് തരുന്നതിന് 5 രൂപ വെച്ച് മേടിക്കാം, ഇരട്ടി കാശ്. അതും ഒരൈറ്റം. പിന്നെ പറയുന്നത് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഉപയോഗിക്കുന്നതിനൊക്കെ 15 രൂപ വെച്ച് വരുന്നു. അതെനിക്ക് എപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. അത് മനസ്സിലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് എനിക്കിപ്പോൾ മനസ്സിലായത്, ഞാൻ ഈയിടെ ഇങ്ങനെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം രാത്രി നിർത്തി. അപ്പോഴുണ്ട് ഈ 2000 3000 എന്നുള്ള സ്ലാബ് താഴേക്ക് വന്ന് 500ലേക്ക് എത്തി. അപ്പൊ നമ്മുടെ ഇത് കൊണ്ടുപോകുന്നതിനൊക്കെ 2500. നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ പകൽ സമയത്തൊക്കെ 7 രൂപയും രാത്രി വരുമ്പോൾ 15 രൂപ. 7,500 അതിന്റെ ഇരട്ടി കാശ് രാത്രിയിൽ. ശരിക്കും രാത്രിയിൽ അവരെങ്ങനെ റീഡ് ചെയ്യുന്നത് അറിയാവുന്ന. അപ്പൊ അവര് പറയുന്നുണ്ട് രാത്രിയും പകലൊക്കെ റീഡ് ചെയ്യാനുള്ള സംവിധാനം മീറ്ററിലുണ്ടെന്ന്. അത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് ഇതേവരായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അവര് ഇത് കറണ്ട് കൂടാനുള്ള ഒരു കാരണം പറഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ലൈനിലുള്ള കറണ്ട് കൂടാതെ ഈ സോളാറിൽ നിന്ന് തന്നെ കറണ്ടും നിങ്ങൾ ചിലപ്പോഴും ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിങ്ങൾ എങ്ങനെ അറിയും? സോളാറിലെ കറണ്ട് നിങ്ങൾ മൊത്തം കൊണ്ടുപോകണം, നിങ്ങളുടെ കറണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പറയുന്നത് അത് മീറ്ററിൽ അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയും ഒരു ഐറ്റം ഇട്ട് അവർ ബില്ലടിക്കുന്നുണ്ട്. ഇത് എന്തൊക്കെ ഉടായ്പാന്ന് നമുക്കറിയില്ല. ഹൈടെക് ടെക്നോളജി നമുക്കറിയില്ല. പണ്ടൊക്കെ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിന് മുമ്പ് കംപ്ലൈന്റ് ആവും. കുറെ ആൾ ഓടാണ്ടിരിക്കും. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ വേറെ ഒരെണ്ണം കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അത് മാറ്റി വേറെ ഒരെണ്ണം കൊണ്ടു വയ്ക്കും. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച മീറ്ററിന് വരെ നമ്മൾ വാടക കൊടുത്തോണ്ടിരിക്കുക. ഈ മിനിമം കാശ് എന്ന് പറയുന്ന കാശുണ്ടല്ലോ, അത് മീറ്ററിന്റെ രണ്ടുണ്ട്. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നത് ബോർഡിലെ മീറ്ററും ഇല്ല, സർവീസ് വയർ പോലും ഇല്ല. അപ്പൊ ഈ സർവീസ് വയർ ഒരു മഴയോ കാറ്റ് വന്ന് പൊട്ടിപ്പോയിന്ന് വിചാരിക്കും, നമ്മള് സർവീസ് വയർ മേടിച്ചു കൊടുക്കണം. അത് അതിന്റെ കൂടെ കെട്ടാനുള്ള ആ സ്റ്റേ വയർ വരെ മേടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് വാടകയും മേടിക്കണം. നമ്മൾ മേടിച്ചു കൊടുക്കാൻ വേണം, നമ്മളതിന് വാടകയും വേണം. ഇങ്ങനെയാണ് ഈ കറണ്ട് കാശ് കൂടി 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 പോണത്. പിന്നെ തീർച്ചയായും ഡീസൽ ചാർജ് വരെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചില്ല. കറണ്ട് ബില്ല് നോക്കുവാണെങ്കിൽ കുറെ ചാർജുകൾ കാണുന്നതാണ്.
ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 kV ലൈനാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചാർജ് കൂടുന്നതനുസരിച്ച് അവർ കൂട്ടി മേടിക്കും. പക്ഷേ ഈ സോളാർ വെച്ച് ചാർജ് കുറഞ്ഞപ്പോൾ 18 17 വന്നപ്പോൾ ഒരു FD കൂട്ടിയിട്ടു. പക്ഷെ ആ FD ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് അതിലും വലിയ തട്ടിപ്പ്. ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന സോളാർ കഴിച്ചിട്ട് ബാക്കി 2000 3000 ഇതിപ്പോ 500 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മേടിച്ച എക്സസ് ആയിട്ട് മേടിച്ച ആ ഡെപ്പോസിറ്റ് തിരിച്ചേരണ്ടേ? ആ സംവിധാനം ഇല്ല. അപ്പൊ അത് എന്ത് തട്ടിപ്പ് അത് ആർക്കറിയാം. എന്റെ അഭിപ്രായത്തില് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു സംവിധാനം. അത് അന്വേഷിക്കാനോ ചോദിക്കാനോ അതിന്റെ നൂലാമാലകളെ പറ്റി ഒരു വിശകലനം ചെയ്യാനോ ഈ നാട്ടിൽ ആരുമില്ല. ഈ കംപ്ലൈന്റ് പറഞ്ഞ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നോക്കും. ബില്ലിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പറയും, നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ സോളാറിന്റെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അത് ഞങ്ങളുടെ മീറ്ററിൽ റീഡ് ചെയ്യും. പിന്നെ ചിലയിടത്ത് പറയും നിങ്ങൾ രാത്രി ഉപയോഗിക്കുമ്പോൾ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ് കാശ് കൂടുതൽ തന്നെയെന്ന്. അപ്പൊ രാത്രി കുറച്ചിപ്പോ കുറേ ഉണ്ട്, പക്ഷെ അതെങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല, ഒരു പിടിയില്ല. പിന്നെ അവരെ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഷീറ്റിൽ തുടക്കം മുതൽ അവസാനം വരെ 100 കൂട്ടങ്ങൾ തട്ടിയും കഴിച്ചിട്ടുണ്ടാവും. ഇതെന്താന്ന് ഒരു പിടിയില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു തരും, നമ്മളത് കേട്ട് തിരിച്ചു പോരും. അതാണ് പരിപാടി. അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പം ഇപ്പം 3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫെയിംബ്രോ ഇപ്പം ഇവിടെ ആണെങ്കിൽ നമുക്കിപ്പം ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നില്ലേ? അപ്പം ഇത്ര നാളത്തെ ഒരു ഉപയോഗത്തിന് പറയുകയാണെങ്കിൽ ഇത് സോളാർ വർത്താണോ ശരിക്കും? തീർച്ചയായിട്ടും നല്ലതാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ആൾക്കാർ ചൂസ് ചെയ്യുമ്പം ഇന്ന സോളാർ പ്ലാന്റ് അല്ലെങ്കിൽ സോളാർ, അപ്പം നമ്മളൊരു സോളാർ ചൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം നിലവിൽ ഇവിടെ ഏതാണ് യൂസ് ചെയ്തേക്കുന്നത്? സാധനങ്ങളെല്ലാം ഹാവൽസിന്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐറ്റത്തിന് കംപ്ലൈന്റ് വന്നാൽ ആ ഏത് ഐറ്റം ആയാലും അവരെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കമ്പനിയിൽ നിന്ന് സാധനം കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ പല കമ്പനിയുടെ സാധനങ്ങളാണ് സോളാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ചില കമ്പനികളെ അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അവർ വരേണ്ടി വരും. ഇതതില്ല. എന്തെങ്കിലും ഒരു സാധനം മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഹാവൽസിനോട് പറയുക, അവർ ആ സാധനം മാറ്റി കൊണ്ടുവന്ന് വയ്ക്കും. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കംപ്ലൈന്റ് വന്നപ്പോൾ മീറ്ററിലോ എന്തൊക്കെ പ്രശ്നങ്ങളോ വന്നിട്ട് അവരതൊക്കെ മാറ്റി വയ്ക്കുമ്പോഴേക്കും. പക്ഷെ പല കമ്പനി ചില സോളാർ കമ്പനികൾ സ്ഥാപിക്കുന്നതിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളുടെ ഇൻസ്റ്റാൾ ചെയ്യും, മിക്സ് ചെയ്യും. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനമാണോ കംപ്ലൈന്റ് ആയത് അത് ഏത് കമ്പനിയാണോ ആ കമ്പനിയിൽ നിന്ന് സാധനം അവൈലബിൾ ആവണം. കാര്യങ്ങൾ ഇത് വെക്കണോണ്ട് ഗുണമുണ്ട്. കാരണം 18 17 എന്നുള്ളത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 20 25 വേണമെങ്കിൽ പോവാം. നമ്മളിത് വെച്ചേക്കണോണ്ട് 5 kV വെച്ചേക്കണോണ്ട് നമുക്ക് ഇപ്പൊ 2000 3000 4000 അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ശരിക്കും ഇപ്പം വെച്ചതിനേക്കാളും കൂടുതൽ കറണ്ടിന്റെ റേറ്റ് കൂടിയിട്ടില്ലേ? മീൻസ് അതിന്റെ വന്നുള്ളൂ അടുത്ത മാസം പോലെ അതിന്റെ കോഴി വരുന്നത്. മിനിമം 500 1000 അടിക്കുള്ള ഒരു ഇൻക്രീസ് പ്രതീക്ഷിക്കാം. എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകും. നമ്മളെന്തൊക്കെ നമ്മള് ജീവിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യണോ അതിന് അതിൽ നിന്ന് കവർന്നെടുക്കാൻ എന്തൊക്കെ പറ്റുമെന്നാണ് ബോർഡ് നോക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, ഈ ബോർഡ് ഭരിക്കുന്ന മന്ത്രിക്ക് ഇതിനെ പറ്റി ABCD അറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ബോർഡിലിരിക്കുന്ന എഞ്ചിനീയർമാര് എന്തോരം വിവരമുണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. കാരണം നമ്മുടെ റിട്ടയർ ചെയ്തു പോയ DIG ഉണ്ടല്ലോ ശ്രീലേഖ, അവര് വരെ ഒരിക്കൽ ഈ മീറ്ററിലെ തട്ടിപ്പിനെ പറ്റി വ്യക്തമായിട്ട് പേപ്പറിൽ കൊടുത്തിരുന്നു. അതിനെപ്പറ്റി ഒരു മറുപടിയും പിന്നെ ഒന്നുമില്ല. പിന്നെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ മാത്രം അത് ശരിയാണ്, അവർ പറയുന്നത് തെറ്റാന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഒരു ഉപഭോക്താവിന് വളരെ സിമ്പിളായിട്ട് എല്ലാവരും അറിവുള്ളവരാവണമെന്നില്ല. തീരെ അറിവില്ലാത്ത ആളാണ് ഈ ജനത്തിൽ ഭൂരിപക്ഷവും. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ബില്ലടിക്കുക. ഇതൊന്നുമല്ല, ഒരു വലിയ ചാർട്ട് അവിടെ തട്ടിക്കിഴിച്ച് ഇവിടെ തട്ടിക്കിഴിച്ച് അതിങ്ങനെ ഇതിങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഒരു മീറ്ററിൽ തന്നെ ഇത്രയും സംവിധാനങ്ങൾ ബോർഡിനുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീലേഖൻ പറഞ്ഞത് തന്നെയാ. ഇതുപോലെ കാശ് കൂടിയിട്ടാണ് അവരും സോളാർ വെച്ചത്. പക്ഷെ അവർക്ക് അമിതമായ ബില്ല് വന്നു. അപ്പോഴാണ് അവർ പ്രതികരിച്ചത് പേപ്പറിൽ. പക്ഷെ അത് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവിഞ്ഞു പോയി. കാരണം ഈ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവനെ എവിടെയെങ്കിലും പണിയാൻ നോക്കും. ആ സംവിധാനമൊക്കെ പോകണം. മനുഷ്യൻ പ്രതികരിക്കുന്നത് ന്യായമായ കാര്യത്തിനെന്ന് മനസ്സിലാക്കി അതിന്റെ ന്യായമായ സൊല്യൂഷൻ കണ്ടെത്തണം. നമ്മൾ ഇത് കഷ്ടപ്പെട്ടാണല്ലോ സോളാർ വയ്ക്കുന്നത്. സോളാർ വയ്ക്കുന്നതിന്റെ ഗുണം സർക്കാരിനുണ്ട്. ഇന്നിപ്പോ സോളാറുകൾ വീടുകളിലില്ലെങ്കിൽ എന്തുമാത്രം വൈദ്യുതി വേണ്ടി വരും. ഇവിടെ ഉള്ള
നിലയങ്ങൾ മുഴുവൻ സമരം ചെയ്ത് നശിപ്പിച്ച സാധനങ്ങളാണ്. ഉപ്പും മണലും വാരിയിട്ട് ജനറേറ്റർ മുഴുവൻ നശിക്കും. ഇപ്പോഴും ഏതെങ്കിലും നിലയത്തിൽ ഫുള്ളായിട്ട് ജനറേറ്റർ വർക്ക് ചെയ്യണ്ടോ? ഇല്ല. അപ്പൊ ഈ സോളാർ ഉള്ളതുകൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത്. ഇപ്പൊ എയർപോർട്ടിൽ തന്നെ ഫുൾ സോളാർ വെച്ചെന്ത് മാത്രം സർക്കാരിനും മെച്ചമുണ്ടാവും. ഇപ്പൊ എല്ലാവരും അങ്ങനെ കാര്യങ്ങൾ ചെയ്താണെന്ന്. അപ്പൊ അത് ചെയ്യണം. അതിന് തുനിയുന്നവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിരിക്കണം. ഇത് ഒരു വ്യക്തമായ മറുപടി ഒന്നിനുമില്ല. നമുക്ക് പലർക്കും പല സംശയങ്ങളുണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ? അതില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയോടത്തോളം നമ്മൾ ബോർഡിന്റെ കറണ്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ സോളാറിൽ നിന്നുള്ള കറണ്ട് അവർ കൊണ്ടുപോകണം. പിന്നെ അതിൽ നിന്ന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പിടിയില്ല. ഞാൻ പറയണ്ടേ മീറ്ററിൽ സംവിധാനം ഉണ്ടെന്ന് പറയണേ. ഇനിയിപ്പോൾ വെച്ച സോളാറിന്റെ കമ്പനി ആ മീറ്റർ ഉണ്ടാക്കിയ ആളോട് ചോദിച്ചാൽ അതിന്റെ വ്യക്തത അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ സംവിധാനം ഉണ്ടോ ഇല്ലെന്ന്. ഇപ്പം പപ്പയുടെ അഭിപ്രായത്തിലാണെങ്കിലും സോളാർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഘടകമാണോ ഇനി മുന്നോട്ട്? പിന്നെ ഇനിയുള്ള കാലം വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇനി വെള്ളമൊക്കെ കുറയും. ഈ ഇടയ്ക്ക് ഡാം തുറന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നല്ലാണ്ട് വേറെ സോഴ്സ് ഒന്നുമില്ല. പിന്നെ കേരളത്തിൽ ഇത്രയും ജനമുള്ളതുകൊണ്ട് അണുനിലയങ്ങളും സാധ്യമല്ല. അതെ, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ ഉള്ള പ്രകൃതി സൗന്ദര്യങ്ങൾ നശിപ്പിച്ച് അതിരമ്പള്ളി പോലത്തെയൊക്കെ അടച്ചു കയറ്റി ഉണ്ടാക്കാത്തല്ലാണ് ഇപ്പൊ സർക്കാരിന് ഏറ്റവും വലിയ വയവലാതി. പക്ഷെ അത് തെറ്റാണത്. അതില്ലാതെ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ മര്യാദയ്ക്ക് ജലം വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്ത ആവശ്യം പോലെ സേവ് ചെയ്ത പിന്നെ വൈദ്യുതി ഉണ്ടാവും. പക്ഷെ കൊള്ളടിക്ക് കുറവൊന്നുമില്ല. കൊള്ളടി ഇനിയിപ്പോൾ ഏപ്രിൽ 1-ാം തീയതി വരെയുള്ള ബില്ല് വരുമ്പോഴാണ് യഥാർത്ഥ തീക്കൊള്ള അറിയാൻ പോണത്. കറണ്ട് ബില്ല് കൂടുന്നുണ്ട്. ഇല്ലേ? പക്ഷെ എന്നാലും ബോർഡിൻ്റെ കാശില്ല. ഇതെവിടെ പോണ്? എന്തിനു പോണ്? ഒരാവശ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ ഒരു കേബിൾ വലിച്ചിട്ടുണ്ട്. ശരിക്കും അത് മറ്റു രാജ്യങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ടാണത്. നമ്മുടെ ഇവിടെ വെള്ളവും മഴയുള്ളതുകൊണ്ട് എർത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മാറ്റി മോളിൽ കൂടെ വലിച്ചേക്കണേ. അതൊന്നും നടത്തല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണില്ല. ശരിക്ക് ഇത് സർക്കാരും ഉദ്യോഗസ്ഥരും ചിന്തിക്കുകയാണെങ്കിൽ ഈ മുകളിൽ കൂടെ പോകുന്നതെല്ലാം അണ്ടർഗ്രൗണ്ട് ആക്കി വിടണം. അതെന്താ വിടാത്തത്? ഇന്നൊരു സാധനം കുഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ വന്ന് അത് മാന്തും, അത് നശിപ്പിക്കും. അപ്പോൾ ആ കറണ്ട് അവിടെ ലീക്കാവും. ഇത് ആരാ ചെയ്യുന്നത്? ഒരു വകുപ്പ് ഒന്ന് ചെയ്യും, വേറൊരു വകുപ്പ് വന്ന് മാന്തി പൊളിച്ച് കളയും, നശിപ്പിക്കും. ഇതാണ് അതിൻ്റെ കാരണം. ഇപ്പം ഇതിപ്പോൾ ഇവിടെ തന്നെ ഒരു പോസ്റ്റ് പുതിയത് കുഴിച്ചിട്ടുണ്ട്. ശരിക്കും അത് ചോദിക്കാതെ നമ്മുടെ പറമ്പിൽ കയറ്റിയിട്ട് അതിൻ്റെ സ്റ്റേ വരൊക്കെ ഇട്ട് വെച്ചിരിക്കണം. വരാ കുഴിക്കാതെ പോവാ വല്ല സ്ഥലത്ത് കയറി. അതല്ല ശരി. എല്ലാത്തിനും ഒരു എന്താ പറയണ, എല്ലാവരെയും അറിയിച്ച് വേണ്ടതുപോലെ ആവശ്യമുള്ള ചെയ്യാ. ഇപ്പൊ ലൈനിൽ കൂടെ അല്ല കണ്ടു പോകുന്നത്, ഈ കേബിളിൽ കൂടെ എനിക്ക് തോന്നുന്നത്. ഈ ആശയം എത്ര കാലം മുമ്പ് കൊണ്ടാന്നറിയാമോ? ഞാൻ എക്സാമ്പിൾ വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ അങ്കമാലില് ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് കേബിളിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നു. കേബിള് അപ്പൊ അന്ന് UDFന്റെ കാലം എനിക്ക് തോന്നണേ. ആ കാലഘട്ടത്തിൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ കൊണ്ടുവരാൻ വേണ്ടി സംവിധാനം ആലോചിച്ചു. അപ്പോൾ അത് നടക്കുന്ന ഏതാണ്ട് ഉറപ്പ് കിട്ടിയപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു, അത്ര വലിയ യൂണിറ്റ് ഒന്നല്ല, എന്തായാലും കൊള്ളാവുന്നുണ്ട്. പുള്ളി മുഴുവൻ കേരളത്തിലേക്ക് ആവശ്യമുള്ളത് കണക്കാക്കി അണ്ടർഗ്രൗണ്ട് കേബിൾ ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ ഉദ്യോഗസ്ഥർ അവരുടെ സ്വാർത്ഥത കൊണ്ട് ഈ പരിപാടി അത് ഉപേക്ഷിച്ചു. ഇപ്പം അത് കൊണ്ടുവന്നേക്കാ വീണ്ടും തിരിച്ചു. ആ പരിപാടി ഉപേക്ഷിച്ചപ്പോൾ പുള്ളി 5-6 കോടി രൂപ ലോൺ ബാങ്കിൽ നിന്ന്, അന്ന് എപ്പോഴും നല്ല 10-20 കൊല്ലം മുമ്പ് ഞാൻ സർവീസിലുള്ള കാലത്താണത്. ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ. അവസാനം അയാൾ ഈ കേബിൾ മുഴുവൻ കൊണ്ടുപോയി ഉരുക്കി അതിൻ്റെ ചെമ്പെടുത്ത് വിറ്റ് നഷ്ടമൊന്നും നടത്താൻ പറ്റിയില്ല. അവസാനം അയാൾ നാട് വിട്ടു. അയാളുടെ ഈ നമുക്ക് കാണാം, അങ്കമാലിക്ക് എടുക്കുന്നതിന് മുമ്പാണ് അയാളുടെ വീട്. കുറേ സ്ഥലവും സൗകര്യം ഉണ്ടായി. ഭാര്യയും മക്കളൊക്കെ ഭാര്യ വീട്ടിലേക്ക് പോയി. ഇയാളാണെങ്കിൽ തൊഴിലില്ലാതെ ഡൽഹിക്ക് പോയി. അത് ട്രെയിനിൽ പുള്ളി ആദ്യമൊക്കെ പോയത് ഞാൻ കേട്ടേക്കുന്നത്, പുള്ളി തന്നെ എന്നോട് പറഞ്ഞതാ, കള്ളവണ്ടി കയറി പോയത്. അവസാനം പുള്ളിക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി എന്തോ സഹായം ചെയ്ത് പുള്ളിക്ക് എന്തൊക്കെ വർക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇപ്പം പുള്ളി കുടുംബമൊക്കെ ഒന്നായി സെറ്റായി വരുന്നുള്ളൂ. അപ്പം നല്ല നിലയിൽ ഒരു ഐഡിയ വന്നപ്പോൾ അതിന് നല്ല നിലയിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വീടിന് ഉപയോഗിച്ചാണ് കേബിൾ മുഴുവൻ പുള്ളിയുടെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതിന് നന്നായിട്ട് ഉണ്ടാക്കുന്ന ആളാ. ആ ആളുണ്ടാക്കി സർക്കാരിൻ്റെ ആശയം കണ്ടുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. ആ ആശയമാണ് ഇപ്പോൾ നടപ്പാക്കിയേക്കണേ. എല്ലാം പുതിയ പുതിയ സ്കീമുകളും സിസ്റ്റവും കൊണ്ടുവരുന്നതിന് ഡിലേ ഭയങ്കരമാണ്. അതായത് ഇന്ന് ചെയ്യേണ്ടത് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. ലേറ്റാണ്. അതുവരെ അതൊക്കെ ചവിട്ടി വെച്ചിട്ടിരിക്കും. ഈ ബോർഡ് നഷ്ടത്തിൽ പോണതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. പിന്നെ
എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ആളുകൾക്ക് ശമ്പളം കൊടുത്ത് ഈ ഇങ്ങനൊരു വെള്ളാനേനെ വളർത്തുന്നതിലും ഭേദം അത് സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവർ ഭംഗിയായിട്ട് എടുത്തത്. നമുക്ക് ഇത്രയും ചെലവ് വരില്ല. സോളാർ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഈ കറണ്ടിന്റെ കൺട്രോൾ മുഴുവൻ അവരല്ലേ ഇരിക്കണേ. അതുകൊണ്ടുള്ള ജനം ഈ പിഴിച്ചലിന് വിധേയമാകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതല്ല, ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ സോളാറിനുള്ള പ്രസക്തി ഭയങ്കരമാണല്ലേ. പിന്നെ ഇനിയുള്ള കാലത്ത് കേരളത്തിൽ ഇത് ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സോളാർ ചൂസ് ചെയ്യുമ്പോൾ ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എൻ്റെ അഭിപ്രായത്തിൽ ബോർഡ് ഉത്തരവാദിത്തമായിട്ടുള്ള സംവിധാനമുണ്ട് സബ്സിഡിക്ക്. നമ്മളങ്ങനെ ആ രീതിയിലുള്ള സബ്സിഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ നാളെ ഒരിക്കൽ ബോർഡിൻ്റെ തീരുമാനങ്ങൾ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറയാണ് ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ആൾട്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ ഓഫീസ് കയറി ഇറങ്ങി നമ്മുടെ ചെരുപ്പ് ചെയ്യും. ഇന്നോ നാളെയും നടക്കുന്ന കാര്യമല്ല അത്. അപ്പം നമ്മുടെ സോളാർ നമ്മൾ കാശ് കൊടുക്കി വെച്ചു, ഉള്ള കറണ്ട് അവർക്ക് കൊടുക്കണ്, അവർ തന്നെ കറണ്ട് നമ്മൾ എടുക്കണ്. അവർ പറയുന്നത് പോലെ ഏത് തരികട കണക്കായാലും അത് വേറെ അത്രേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യമാണ് നമുക്ക്. സോളാറിലേക്ക് ഇന്ന് ജീവിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും. ഇനി ഭാവിയിൽ ഒട്ടും പറ്റില്ല. അപ്പോൾ നല്ലൊരു വെണ്ടർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സോളാർ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ഞങ്ങൾ വെച്ചിരിക്കുന്നത് കൊളംബിയ ലാബ്. കൊളംബിയ ലാബിന് ഞാൻ കണ്ടൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഒറ്റ കമ്പനിയുടെ ഹാവൽസിന്റെ. അപ്പോൾ എന്ത് ഡാമേജ് വന്നാലും അവർ ഈസി ആയിട്ട് അത് റീപ്ലേസ് ചെയ്ത്. ഇതിന് സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? സർവീസ് എപ്പോൾ വിളിച്ചാലും ഓടി വരും. ശരിക്കും അല്ല, ഇതിന് ഡാമേജ് ഒക്കെ ഉണ്ടാവും. രാവിലെ വിളിച്ച് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഓടി വരും. അപ്ഡേറ്റ് വൈകുന്നേരത്തിനുള്ളിൽ വന്ന് ആ കാര്യം ഓക്കെ ആക്കി പോകും. ആ കാര്യത്തിലൊക്കെ ഫിറ്റിംഗ് സർവീസും കാര്യങ്ങളൊക്കെ. അപ്പം ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രാൻഡ്, നല്ല ബ്രാൻഡ് നോക്കി തന്നെ ചെയ്യണം. ഈ പല ആളിലും പല റേറ്റും ഒക്കെ കുറച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഡിപ്പെൻഡബിളാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒറ്റ കമ്പനിയുടെ ആയിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഹാവൽസ് ആയാലും വേറെ ഏത് കമ്പനിയായാലും ഒറ്റ കമ്പനിയുടെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് കംപ്ലൈൻറ്റ് വന്നാൽ അപ്പോൾ മാറ്റി കിട്ടാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ വെണ്ടറെ ചൂസ് ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ സർവീസ് അവൈലബിലിറ്റി നോക്കണം. അതെ അതെ. ഇപ്പം ഇവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സർവീസ് ഉള്ള ആളാണ്. ഇവരുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുന്നേ സൈറ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെ എവിടെയാണ് പിടിപ്പിക്കാൻ പറ്റുക, ഇപ്പോൾ വെയിലടിക്കുമ്പോൾ നിഴലടിക്കുമോ, ഇപ്പോൾ മരങ്ങളുണ്ടെങ്കിൽ അത് വെട്ടിമുറിച്ച് മാറ്റാൻ. ഇപ്പോൾ എൻ്റെ വൈഫ് ഹൗസിൽ ഇവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതവിടെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് അവർ മീറ്ററൊക്കെ കൊണ്ടുവരും. ഏറ്റവും നല്ല സൺലൈറ്റ് അത് ഒരു നേരം മാത്രമല്ല, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം 2 ദിവസം 3 ദിവസം അവർ ഇൻസ്പെക്ട് ചെയ്യും. എവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് അടിക്കണത്, ഏത് പൊസിഷനിൽ നമ്മൾ സോളാർ വെച്ചാൽ ലൈറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അത് ചാർജ് ആവും. ലൈറ്റ് അടിക്കുന്നതിൻ്റെ അനുസരിച്ചാണല്ലോ. ഇപ്പോൾ സൺറൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് വരെ എവിടെയാണ് ഇത് കൂടുതൽ, അതൊക്കെ ഇവർ കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് 2-3 ദിവസം നല്ല പോലെ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അവരൊരു തീരുമാനത്തിലെത്തി ഇത് എവിടെ വെക്കും, പാനൽ എവിടെ വെക്കും എന്നുള്ളത്. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ 2-3 ദിവസം അതൊക്കെ വാച്ച് ചെയ്യണം. 2-3 ദിവസം ഇവർ വരും. അപ്പോൾ എല്ലാ നേരവും ഉണ്ടാവും, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നോക്കി അതിനനുസരിച്ച് നെല്ലിൽ എവിടെയൊക്കെയാണ് അതൊക്കെ കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രസ്റ്റബിൾ ഈ പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ മീൻസ് ഒരു സോളാർ ഇൻസ്റ്റലേഷൻ ടീമിന്റെ ഒരു ആവശ്യത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. പിന്നെ നമ്മൾ വിളിച്ചാൽ ഫസ്റ്റ് കോളിൽ തന്നെ ഫോൺ എടുക്കും. പ്രോപ്പർ റെസ്പോൺസ് ആണ്. ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ആണെങ്കിൽ പോലും ഈവൻ അല്ലേ, തീർച്ചയായിട്ടും ഇതിനൊരു എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാനൽസ് ആണ് അല്ലേ, ഡാമേജസ് സെൽസ് ആണ് ഡാമേജ് ഉണ്ടാവും. ഇതുവരെ അങ്ങനെ ഒന്നും മേജർ ഇഷ്യൂസ് ഒന്നും വന്നല്ല. ചെയ്തേക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കാനും അത് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രീമിയം ലെവലിലുള്ള. പിന്നെ ഇയർലി സൗജന്യമായിട്ട് അവരുടെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. സോളാർ ക്ലീനിങ് അതിന്റെ പായലൊക്കെ പിടിക്കുന്നത് ഇതേവരെ ഇപ്പൊ 3 കൊല്ലമായിട്ടും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പ്രശ്നം വന്നിട്ടില്ല. നമ്മുടെ ഇവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോൾ പൊടി, പിന്നെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒന്ന് വെച്ചൊന്ന് എന്തെങ്കിലും പായലാതുണ്ടെങ്കിൽ അത് കളയാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഓൺ ഗ്രിഡ് അല്ലേ, അതായത് ബാറ്ററിയോട് ചാർജ് സേവ് ചെയ്യുന്ന രീതിയിലല്ലേ ഇത് വെച്ചിട്ടല്ലേ നമ്മുടെ? ഇല്ല അതില്ല, ഓഫ് ഗ്രിഡ് ആണ്. അപ്പൊ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് അതിനകത്ത് നമ്മൾ തന്നെ സേവ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മുറിയേന് വേണം ബാറ്ററി 10-15-20 ബാറ്ററി ഒക്കെ വെക്കേണ്ടി വരും. അല്ല, ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. നമ്മുടെ 30 ബാറ്ററിക്ക് തുല്യമായിട്ടുള്ള സ്റ്റെബിലൈസർ അല്ലേ. 30 ബാറ്ററി, അതായത് ഒരു 10-60 ബാറ്ററി വെക്കണതിന് പകരം നമുക്ക് 2 ബാറ്ററി മതി. ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്തിട്ട് പിന്നെയാണ് ഇലക്ട്രിസിറ്റിക്ക് പോകുന്നത്. കറണ്ട് പോയാലും നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാം. കറണ്ട് പോയാലും നമുക്ക് ബാക്കപ്പ് ഉണ്ട്. ഒരിക്കലും പവർ കട്ടാവില്ല. പിന്നെ അത്
വേറൊരു ഇതെന്ന് പറയുന്നത് അത് നമുക്കത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ തന്നെ മെയിൻ ഓഫ് ആക്കിയിട്ട് വേണമെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് തീരുന്ന സമയത്ത് ഇത് ഡൗൺ ആകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് സിസ്റ്റം വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ സോളാർ വെച്ചാലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ല. ഒന്നുകിൽ ഇൻവെർട്ടർ വേണം, അല്ലെങ്കിൽ ജനറേറ്റർ വേണം, അല്ലെ ഓൺ ഗ്രിഡ് ആക്കണം. നമ്മളിപ്പം അപ്പോൾ സബ്സിഡി എടുത്തില്ലാന്ന് പറഞ്ഞു. അപ്പം ഈ സബ്സിഡി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ ഈസി ആണോ അത് അറേഞ്ച്? പിന്നെ കമ്പനിയോട് നമ്മൾ പറഞ്ഞ അവര് സബ്സിഡി ഇട്ടത് പേപ്പർ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമ്മൾ വേണ്ടെന്ന് പറയാൻ കാരണം ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ച് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം ഇല്ലെന്ന് നമുക്കറിയില്ല. അങ്ങനെ വരോ ഇല്ല എന്നുള്ളൊരു സംശയം കൊണ്ടാണ് അത് ഒഴിവാക്കി. നമ്മുടെ ഒരു ഇതുകൊണ്ട് സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, പക്ഷെ ഇത് ഭാവിയിലേക്ക് നീണ്ടുപോകുന്നതാണ്. ചെയ്യുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പം ഈ പറഞ്ഞ പോലെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ അതൊക്കെ പക്ക സമയത്തിന് അവർ ചെയ്തു തന്നു. ബോർഡുകാർ അതുപോലെ തന്നെ ബോർഡിനെയും അവർ ശരിക്കും ഫോളോ അപ്പ് ചെയ്യും. അവർ കറക്റ്റ് ടൈമിൽ വന്ന് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം ആ സമയത്ത് അതിനൊന്നും കുഴപ്പമില്ല. നമുക്കൊരു അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കണം മുതൽ അവരൊരു ഇത് വെക്കണേക്കാളും ഒരാഴ്ച മുന്നേ ഒക്കെ വന്ന് നോക്കും. ഇത് സ്ഥലം എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ അതാണോ ഇതൊക്കെ എല്ലാം നോക്കി എല്ലാം അവര് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് പലരും കണ്ട് പല സ്ഥാപനങ്ങളും പള്ളി അടക്കം പലരും ചെയ്യുന്നതിനെ പറ്റി നമ്മുടെ അഭിപ്രായം അറിയാറുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ പലരും ഓരോന്നും ചെയ്തു പോകണത്. ഇപ്പോൾ നിങ്ങൾ ഇവരെ തന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇന്നാളാണ് ചെയ്തേക്കണേ, ഈ പള്ളിയിലും ആരാ ചെയ്തേക്കണേന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു സോളാർ എന്ന് പറയുന്ന സാധനം ഇനി ഇമ്പോർട്ടൻ്റ് മസ്റ്റാണ് എല്ലാ വീടിനും. തീർച്ചയായിട്ടും നമ്മളിവിടെ കണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പപ്പയായിട്ടും ഫെബിൻ ആയിട്ടും സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അഗാധമുള്ള ഒരു അറിവുള്ളവരായിട്ട് ഒരു ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞങ്ങൾ നമ്മുടെ ഫെബ്രുവരി പുതിയ വണ്ടിയുടെ ഒരു വിശേഷങ്ങൾ വാർത്താൻ വേണ്ടി വന്ന ഇടയ്ക്കല്ലേ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോൾ ബൈ നാച്ചുറലി ഇതൊന്ന് കവറപ്പ് ചെയ്താണ്. എന്നാണെങ്കിൽ ഇവിടെ ചെയ്തേക്കുന്നത് കൊളംബിയ ലാബ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഒരു ഹാവൽസിൻ്റെ ബ്രാൻഡാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് പവർഫുള്ളായിട്ട് പോകുന്നുണ്ട്. സോളാർ എന്ന് പറയുന്ന സാധനം ഇനി ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ബ്രാൻഡിൻ്റെ അതായത് കൊളംബിയ ലാബിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോളാറിൻ്റെ മറ്റ് ഡീറ്റെയിൽസും സബ്സിഡിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഈ വിഷുവിനോടനുബന്ധിച്ച് കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് റെസിഡൻഷ്യൽ സോളാറിസ്റ്റിന് നൽകുന്ന ഓഫറുകൾ എന്താണെന്ന് അറിയണ്ടേ? 3 കിലോവാട്ട് സോളാറിന് 2,25,000 രൂപയും 5 കിലോവാട്ട് സോളാറിന് 3,25,000 രൂപയുമാണ്. അപ്പോൾ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. ഈ ഒരു ഓഫർ വിഷു വരെ മാത്രം.